നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതിഥിയായെത്തിയിരിക്കുന്നത് പ്രശസ്ത വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായർ. അദ്ദേഹത്തെ നമുക്ക് ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഈ വാസ്തുശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി സാർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടെന്നറിയാം. അതായത് സാർ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ കുറേ മാഗസീൻസ്, പിന്നെ സാറിൻ്റെതായിട്ട് DVD ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാറൊരു പുതിയ പുസ്തകം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ പ്രസിദ്ധീകരണം, അതിൻ്റെ ഇനാഗുറേഷൻ എന്നാണ്? അത് ഈ മാസം തന്നെയുണ്ട്. ഈ മാസം, അതായത് കേരള സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ അന്തർദേശീയ പുസ്തകമേള ഈ ജാനുവരി 28 മുതൽ ഫെബ്രുവരി 5 വരെ കനകുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുകയാണ്. അതിൽ രണ്ടാം ദിവസമായ ജാനുവരി 29 5 മണിക്കാണ് ഞാൻ എഴുതിയ വാസ്തുശാസ്ത്രം അന്നും ഇന്നും എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാമോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗവൺമെന്റ് ഫംഗ്ഷൻ അല്ലല്ല, പ്രത്യേകം നല്ല എല്ലാവർക്കും പങ്കെടുക്കാം. ഇതൊരു ക്ഷണം തന്നെയായിട്ട് ഞാൻ പറയും. തീർച്ചയായിട്ടും. സാർ, അപ്പോൾ വാസ്തുശാസ്ത്രത്തെ കുറിച്ച് എന്തെങ്കിലും അതിനകത്ത് മീൻസ് ബുക്ക് പ്രകാശനം ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ? അതെ, പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പുസ്തകം അവരാണ് ഇറക്കുന്നത്. എന്നിരുന്നാലും ആ പുസ്തകത്തിന്റെ പ്രത്യേകത ചെന്നല്ലേ, വിവർത്തനമല്ല, ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കലായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. വളരെ ലളിതമായിട്ട് സംസ്കൃത പദങ്ങളോ മറ്റ് ഭാഷാ പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ ശുദ്ധ മലയാളത്തിൽ വളരെ ലളിതമായിട്ടാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ വായിക്കുമ്പോൾ സ്വന്തം വീടിന് എന്തെങ്കിലും അപാധ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വാസ്തു പഠിച്ച ഒരാളിൻ്റെ സേവനം ഇല്ലാതെ തന്നെ ഈ പുസ്തകം കൊണ്ട് തന്നെ ശരിക്കും വായിച്ചാൽ മനസ്സിലാകും. ഇന്നടത്ത് ഇന്ന കുഴപ്പമുണ്ടല്ലോ. അനുഭവക്കുറിപ്പുകൾ ധാരാളം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാരോട് എഴുതി ചോദിച്ചിട്ടുണ്ട്. മുൻപൊക്കെ TV-യിലൊക്കെ ഞാൻ വളരെ കാലമൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വായിക്കുമ്പോൾ അയ്യോ എൻ്റെ വീടിന് ഇന്നതുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റാമല്ലോ. അപ്പോൾ അവർക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ലളിതമായിട്ടാണ് ഞാനത് ചെയ്യുക. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു പുസ്തകമായി. അതെ അതെ, അത് പിന്നെ ശരിക്കും ആ പുസ്തകം ഇറക്കാൻ തന്നെ ഉദ്ദേശിച്ചത്, ഞാൻ മുൻപ് ഒരു DVD ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഒരു DVD-യാണ് വാസ്തുശാസ്ത്രം സംബന്ധിച്ച്. ആ DVD ഇറക്കിയതിന് ശേഷം എന്നോട് പലരും പറഞ്ഞു ഒരു പുസ്തകം ഇറക്കണം. അപ്പോൾ ഞാൻ ധാരാളം എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി ശരി ഒരു പുസ്തകം ഇറക്കാം. അപ്പോൾ പുസ്തകം ഇറക്കാൻ വേണ്ടപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ അതിൻ്റെ ഡോക്ടർ തമ്പാൻ സാറും അവരെല്ലാം കൂടെ വളരെയധികം പ്രോത്സാഹനം എനിക്ക് തന്നു. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് എറണാകുളത്ത് നിന്ന് ലൈനാണ്. സാറിനോട് സംസാരിച്ചോളൂ. ഹലോ സാർ. പറയൂ. അതെ, എന്റെ വീട് 2 സെന്റ് സ്ഥലത്തിലാണ് വീട് ഇരിക്കുന്നത്. അപ്പൊ നമ്മ കോമ്പൗണ്ട് വാള് കൂട്ടിച്ചേർത്താണ് വീട് വെച്ചേക്കുന്നത്. കോമ്പൗണ്ട് വാളും കൂടെ ചേർത്ത് വാളുണ്ടല്ലേ? അതെ. അപ്പൊ അത് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം ഒട്ടും ഇല്ല, വേറെ എക്സ്ചേഞ്ച് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊന്നും. അപ്പൊ അതിന് എന്താ ഒരു സാധാരണ ഒരു സെന്റ് ആയിരുന്നാലും 2 സെന്റ് ആയിരുന്നാലും ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ചുറ്റുമതിൽ വേണം. വളരെ പൊക്കമില്ലെങ്കിൽ തന്നെയും ഒരു ചെറിയ പൊക്കത്തിലായിരുന്നാലും ചുറ്റുമതിൽ വേണം. എങ്കിൽ മാത്രമേ ഒരു വാസ്തു മണ്ഡലമായിട്ട് കണക്കെടുക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ കണക്കുകൾക്ക് ശരിയാകും. ശരിക്കും ഒരാൾ നടന്നു വരത്തക്കരയിൽ ഒരു 2 അടിയെങ്കിലും ചുറ്റി വരത്തക്കരയിൽ ഒരു സ്ഥലം വേണം. അതല്ല ചുറ്റി നിന്നിരുന്നാൽ ആ വീടിൻ്റെ വാസ്തുശാസ്ത്രമായിട്ടുള്ള കണക്കുകളെല്ലാം തന്നെ തെറ്റായിരിക്കും. പിന്നെ അവിടുത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഔട്ടായിരിക്കുകയും ചെയ്യും. ഈ ഊർജ്ജ ഭാഗത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഭൗമോർജ്ജം, പ്രാപഞ്ച ഊർജ്ജം എല്ലാം സ്പ്ലിറ്റായിട്ടാണ് വരുന്നത്. മറ്റങ്ങനെയല്ല, ഒരു അതിനകത്ത് നിൽക്കുമ്പോൾ ഒരു വീട് വെച്ച് ഒരു ചുറ്റുമതിൽ കെട്ടുകയാണെങ്കിൽ അതിനകത്തുള്ള ഊർജ്ജ ലെവൽ കറക്റ്റായി വീടിനുള്ളിൽ തന്നെ കിട്ടും. അതുകൊണ്ട് ചുറ്റുമൊരു വേണമായിരുന്നു. ഇനി ഇപ്പോഴും ഈ 2 സെന്റിൽ വച്ചു പോയത് കൊണ്ട് പിന്നെ ഇപ്പോഴെന്തെങ്കിലും പ്രയാസമുള്ള കാര്യമല്ലോ ഉണ്ടോ വീട്ടിൽ താമസിക്കുന്നതിന്? അത് ഞാൻ സുഖില്ല, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഇത് ഇവിടെ താമസിച്ച പിന്നെ അസുഖങ്ങളൊക്കെ വന്നേക്കണത്. അങ്ങനെ അത് നമ്മ നോക്കുമ്പോ അങ്ങനെ ഒരു തോന്നല്. നിങ്ങളുടെ അടുക്കള ഏത് ഭാഗത്താണ് നിൽക്കുന്നത്?
അടുക്കള തെക്ക് വശത്ത്. തെക്ക് കിഴക്കാണോ തെക്ക് പടിഞ്ഞാറാണോ? തെക്ക് കിഴക്ക്. തെക്ക് കിഴക്കെന്ന് വെച്ചാൽ അഗ്നി കോണായിട്ടാണ് വരുന്നത്. അവിടെ അടുക്കള വരുന്നതിൽ കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ബെഡ്റൂം എവിടെയാണ് നിൽക്കുന്നത്? ബെഡ്റൂം പടിഞ്ഞാറ്. അല്ല, അത് തെക്ക് പറയണം. തെക്ക് പടിഞ്ഞാറാണോ വടക്ക് പടിഞ്ഞാറാണോ? വടക്ക് പടിഞ്ഞാറ്. ശരി. അപ്പൊ ഈ തെക്ക് പടിഞ്ഞാറ് എന്താ ചെയ്തിട്ടുള്ളത്? തെക്ക് പടിഞ്ഞാറ് സിറ്റിംഗ് റൂം. അതൊരു ദോഷമായിട്ടാണ്. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് കന്നിമൂല എന്ന് പറയുന്നത്, നിരതി കോണം എന്ന് പറയുന്ന ഭാഗം ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ലാത്ത ഭാഗമാണ്. പാടില്ല. അവിടെ അടഞ്ഞ് തന്നെ വരണം. അവിടെ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ കാർ പോർച്ചോ ഇതൊന്നും വരാൻ പാടില്ലാത്ത ഭാഗമാണ്. അതുകൊണ്ട് അതൊന്ന് അടച്ചെടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഈ കോമ്പൗണ്ട് ഒത്ത് നമ്മ വന്നത് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുമോ? കോമ്പൗണ്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞല്ലോ, വീടെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കുള്ള ഭൂമിയുടെ ശരിക്കും ബോർഡറിൽ വെച്ച് നിങ്ങൾ വീടിന്റെ ചുവര് കെട്ടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം ഒരു റൂമായിട്ട് എടുത്താൽ കൊള്ളാം കേട്ടോ. ശരി, ഓക്കെ. വിളിച്ചതിന് വളരെയധികം നന്ദി സർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ വാസ്തുശാസ്ത്ര പരിഹാരത്തിനായിട്ട് ഈ ചുമരുകളിൽ സുഷിരങ്ങൾ ഇടുമല്ലോ, അതെന്തിനു വേണ്ടിയാണ്? ചെയ്യാറുണ്ടോ? അതെ, ഈ ശാസ്ത്രത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇറത്തി കുറെ ആൾക്കാരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അനാവശ്യമായിട്ട് ഒരു വീട് കയറിച്ചിട്ട് അവിടെ ഹോളിട്ട് ഇവിടെ ഹോളിട്ടതിനും കാര്യമില്ല. ആള് മർമ്മദോഷങ്ങൾ മാറ്റി തന്നെ ഈ കർണം അടഞ്ഞിരുന്ന ചില വീടുകളുണ്ടാവും. അതിനു വേണ്ടിയൊക്കെയാണ് അത് ആ വീടിനകത്ത് കയറി വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് എടുത്ത് ബ്രീത്തിങ് ലെവലൊക്കെ നോക്കിയ ശേഷം, എയർ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് നമ്മൾ ഈ സുഷിരങ്ങൾ ഇടുന്നത്. അല്ലാതെ അവിടെ കയറിയിട്ട് അവിടെ ഒരു ഹോളിട്ട് ഇവിടെ ഹോളിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഒരു വെറുതെ അന്ധവിശ്വാസത്തിൻ്റെ പേരിലേ ഉള്ളൂ. കർണം ഓപ്പൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. സൂത്രങ്ങളുണ്ട്, മർമ്മസൂത്രങ്ങൾ പലതുമുണ്ട്. അപ്പോൾ സൂത്രങ്ങൾക്ക് ബ്ലോക്ക് പോയിട്ടുണ്ടോ, അതാണ് ഇതിന് ചെയ്യുന്നത്. അത് വളരെ വിദഗ്ധനായിട്ട് പഠിച്ച ഒരാളിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല വെറുതെ ചെന്ന് കയറി അവിടെ ഹോൾഡ് ഇവിടെ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ ഭൂമി പൂജ ചെയ്ത് തറരക്ഷ ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് ചെയ്യുന്നത്? സാധാരണ നമ്മളൊരു സ്ഥലം വാങ്ങുന്നു. സ്ഥലം വാങ്ങിക്കഴിഞ്ഞിരുന്നാൽ അത് സമചരമായിട്ടോ ദീർഘചരമായിട്ടോ എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോഴും എല്ലാവർക്കും തന്നെ സമചരമുള്ള ഭൂമി കിട്ടില്ല. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ദീർഘചരമായിട്ട് നീളം കൂടി വീതി കുറഞ്ഞ ഭൂമി തെക്ക് വടക്കായിട്ട് കിട്ടുന്ന ഭൂമി വളരെ നല്ലതാണ്. പല ആൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, തെക്ക് വടക്കായിട്ട് നീണ്ടിടക്കുന്ന ഭൂമി. ദീർഘചതുരം ശരിക്കും പറഞ്ഞാൽ തെക്ക് വടക്കായിട്ട് കിടക്കുന്ന ഭൂമി നല്ലതാണ്, ഊർജ്ജ ലെവലോടെ കൂടും. കാരണം നീളവാക്ക് സൂര്യൻ്റെ കിരണങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ പതിയും. അതുകൊണ്ട് വടക്ക് തെക്ക് ദീർഘചതുരത്തിൽ കിടക്കുന്ന ഭൂമി വളരെ നല്ലതാണ്. എന്നാൽ സമചതുരം ഓക്കെ, രണ്ടിനും ഓക്കെയാണ്. എന്നാൽ ദീർഘചതുരം കിഴക്ക് പടിഞ്ഞാറിട്ട് നിൽക്കുന്നതിന് അത്ര നല്ലതല്ല. വീട് വെച്ചുകൂടാന്നുമില്ല, എങ്കിലും തെക്ക് വടക്കിനെ അപേക്ഷിച്ച് വ്യത്യാസം. പിന്നെ ഒരു ഭൂമി നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂജ ചെയ്യാൻ അറിയത്തക്ക ഒരു നമ്പൂരിയെ അല്ലെങ്കിൽ പോറ്റിയെ വിളിച്ചിട്ട് അതിൽ ഭൂമി പൂജ ചെയ്യണം. രാവിലെയാണ് ചെയ്യേണ്ടത്. ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ 4 മൂലയ്ക്ക് തറയിഷ സ്ഥാപിക്കണം. തറയിഷ എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ തകിടുകളാണ് കുഴിച്ചിടുന്നത്. ഈ തകിടുകളൊക്കെ ആകുമ്പോൾ ഒരു നിശ്ചിത ദിവസം മാക്സിമം ഒരു വർഷം ആകുമ്പോൾ ഇതെല്ലാം ദ്രവിച്ചങ്ങ് പോകും. പണ്ട് കാലം തന്നെ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാർ ഓരോ ഗ്രഹങ്ങളെ പ്രതികരിക്കുന്ന ഓരോ രത്നങ്ങളുണ്ട്. 4 ഭാഗത്ത് പിന്നെ നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്ത് നിന്ന് അഷ്ടദിക്കുകളാണ് എങ്കിൽ തന്നെ 4 ഭാഗത്തിന് 4 ഗ്രഹങ്ങളെ പ്രതികരിക്കുന്നുണ്ട്. ആ 4 ഗ്രഹങ്ങളെ പ്രതികരിക്കുന്ന രത്നങ്ങളാണ് സ്ഥാപിക്കുന്നത്. അത് വെറ്റിലയിൽ പൊതിഞ്ഞ് ഓരോന്നും ഈ പൂജയോടുകൂടി അവർ സ്ഥാപിക്കും. 4 ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗം ഞാൻ പറഞ്ഞു, വടക്ക് കിഴക്ക് ഭാഗം അവിടെ വേഴൻ്റെ സ്വാധീനമുള്ള ഭാഗമാണ്. അപ്പോൾ അത് സംബന്ധമായ രത്നമാണ് അവിടെ സ്ഥാപിക്കുന്നത്. അതുപോലെ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്, അവിടെ ശുക്രനെ സ്വാധീനിക്കുന്നതാണ് വയ്ക്കുന്നത്. കന്നിമൂല എന്ന് പറയുന്ന നിരതികോൺ, അവിടെ രാഹുവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട രത്നമാണ് സ്ഥാപിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ചന്ദ്രൻ്റെ സ്വാധീനമുള്ള ഭാഗമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇതൊക്കെ അറിയത്തക്കവരാണ് ഇതൊക്കെ ഈ പൂജ ചെയ്യും, അറിയത്തക്കവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല അറിഞ്ഞുകൂടാത്ത എന്ന് വെച്ചിട്ട് ഫലമില്ല. ഇത് സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാർ പണ്ടേ കൊട്ടാരം അതുപോലെ പ്രൗഢമകരം അതുപോലെ സാമ്പത്തികമുള്ള ആൾക്കാർ പണ്ടേ ഇത് ചെയ്യുമായിരുന്നു. നമ്മളെല്ലാം തന്നെ പണ്ട് ഈ തകിടുകൾ കുഴിച്ചിടും. തകിട് കുഴിച്ച് അത് പെട്ടെന്ന് ദ്രവിച്ചു പോകും. ഈ രത്നങ്ങൾ സ്ഥാപിച്ചിരുന്നാൽ കാലാകാലം കിടക്കും. നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കാലം കഴിഞ്ഞാൽ എല്ലാം അത് തന്നെ അടിക്കട. അതാണ് ഏറ്റവും പവർ. വലിയ പൈസയൊന്നും തന്നെ വേണ്ടിയാകില്ല, നിസ്സാര വലിയ അത്രയ്ക്കൊന്നും ആകില്ല, മറ്റേണ്ട പോലെ വരും. പക്ഷെ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ
നമ്മുടെ ആ ഒരു കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ സ്ഥിരവാസ്തു എന്നുള്ള കണക്കിൽ സ്ഥിരവാസ്തു, ചരവാസ്തു, നിത്യവാസ്തു എന്ന കണക്കുകളുണ്ട്. അതിൽ സ്ഥിരവാസ്തു എന്നുള്ള കണക്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് തറക്കല്ലിടുന്ന ആണെങ്കിൽ അവിടെയും സ്വർണ്ണമൊന്നും കുഴിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. അത് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ കമ്മൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പൊട്ടി എന്നൊക്കെ സ്വർണ്ണം ഇട്ട്, അതിനൊന്നും ആവശ്യമില്ല. അവിടെ ഈ നവരത്നക്കല്ലെന്നുണ്ട് ഒരു സെറ്റുണ്ട്, അത് നല്ല നോക്കി വാങ്ങുക ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട്. അതും ഒരു നാണയം കൂടെ മാത്രം മതി. അതൊരു നാണയം കൂടെ വാങ്ങിച്ച് 3 പ്രാവശ്യം നമ്മൾ ചാന്ത് ഒഴിച്ചിട്ട് കോരി വെച്ചിട്ട് അതിനകത്ത് ഇത് വെറ്റിലയിൽ പൊതിഞ്ഞ് സ്ഥാപിച്ചിട്ട് കല്ല് സ്ഥാപിക്കും. വലിയ വലിയ ഫ്ലാറ്റിനൊക്കെ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഫ്ലാറ്റിനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. സ്വർണ്ണമൊന്നും ഒരിക്കലും അതിനകത്ത് ഇടാൻ സമ്മതിക്കില്ല. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ആരാണ്? ഷീജ എന്നാണ് പേര്. ഒന്ന് ഉറച്ചു പറയാമോ? ശ്രീജ. ഷീജ എന്നാണ് പേര്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ശരി. പറയൂ ശ്രീജ. ഹലോ, പറഞ്ഞോളൂ. ഹലോ സാറ്, ഞാന് നമ്മളൊരു വീട് വെച്ചോണ്ടിരിക്കുകയാണ്. അത് വടക്കോട്ടാണ് ദർശനം ആ വീടിന്റെ. അപ്പോൾ അതിന് വടക്ക് വശത്ത് തന്നെയാണ് ഇപ്പം വാതില് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ശരിക്കും വടക്കുന്ന് കയറുമ്പോ അത് തെക്കോട്ടാണല്ലോ നമ്മൾ കയറുന്നത്. വടക്കോട്ട് ഗേറ്റാണോ പൂമുഖ വാതിലാണോ? പൂമുഖ വാതില് വടക്കുന്ന് തന്നെയാണ് നമ്മൾ കയറുന്നത്. ഇപ്പം തെക്ക് വശത്തേക്ക് കയറുന്നത്. അപ്പൊ ഇല്ല, അത് തെറ്റൊന്നുമില്ല. വടക്കോട്ട് ദർശനമാണ്. വടക്കോട്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന് തെക്കോട്ട് എങ്ങനെയാവും? അല്ലെങ്കിൽ ഒരു പക്ഷേ തെക്കോട്ട് ആയ പോലും കുഴപ്പമില്ലല്ലോ. മഹാദിക്കളെ 4 ദിക്കിലേക്കും ദർശനം വരാം. അല്ല, നമ്മള് വീട്ടിൽ നിന്ന് ഇപ്പം വീട്ടിലോട്ട് ഒരാൾ കയറുന്നത് തെക്കോട്ടാണല്ലോ കയറി വരുന്നത്. അപ്പം വടക്കുവശത്ത് വാതിൽ ദർശനം എന്ന് പറയുന്നത് വീടിനകത്ത് നോക്കുമ്പോഴാണ് കേട്ടോ. അല്ല, തിരിച്ചല്ല. ദർശനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതിനാണ് ദർശനം എന്ന് പറയുന്നത്, അല്ല തിരിച്ചല്ല. പിന്നെ ഒരിക്കലും ഇല്ല കേട്ടോ, ഒരിക്കലും. പല ആൾക്കാരും ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് തന്നെ കിഴക്കും വടക്കുമാണ് ആൾക്കാർ കൂടുതലും പൂമുഖവാതിൽ കൊടുക്കാറുള്ളത്. അപ്പൊ തെക്ക് വശത്ത് നിങ്ങൾ ഈ പറയുന്ന കണക്കാണെങ്കിൽ തെക്ക് വശത്ത് വടക്കിന്റെ കണക്കല്ലേ വരുള്ളൂ. മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്കൊക്കെ ആവാം. പറയൂ, എന്താണ്? വടക്കുവശത്ത് ഒരു കുളമുണ്ട്, അതിന് പ്രശ്നമുണ്ട്. മുൻവശത്ത്, അതായത് വീടിന്റെ മുൻവശത്തായിട്ട് വരുന്നത്. എത്ര അകലമുണ്ട്? ജസ്റ്റ് ബൗണ്ടറി തന്നെ നമ്മുടെ മുറ്റം വരും. ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ കുളത്തിലേക്ക്. അത് കഴിഞ്ഞാൽ കുളം തന്നെയാണ്. വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ജലരാശിയോട് ബന്ധപ്പെട്ട് കുളങ്ങൾ വരുന്നതിന് ദോഷമൊന്നുമില്ല. എന്നാൽ തെക്ക് ഭാഗത്ത് വന്നെങ്കിൽ ദോഷമായിരുന്നു കേട്ടോ. വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, വീടിന് പടികളും ഫില്ലറും ഒക്കെ വെക്കുമ്പോൾ അത് ഈ ഒറ്റ സംഖ്യ വരണം എന്ന് ചിലർ പറയാറുണ്ട്. അതോ ഇരട്ട സംഖ്യ ആകാം? അതായത് പടികളെല്ലാം തന്നെ ഇരട്ട സംഖ്യ തന്നെയാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18 സത്യമായ 18-ാം പടി കേട്ടോ. ആ കണക്ക് അതൊക്കെ തന്നെയാണ് കണക്കുകൾ കേട്ടോ. ഇരട്ട സംഖ്യയിൽ വരണം. പടികളെല്ലാം തന്നെ ഇരട്ട സംഖ്യയിലാണ്. ഫില്ലറും ഇരട്ട തന്നെയാണ്. ചുരുക്കി പറഞ്ഞിരുന്നാൽ വീടിനകത്തുള്ള എല്ലാ വാതില്, ജനല്, ഇത് എല്ലാ ഇരട്ട സംഖ്യകളുടെയാണ് നല്ലത്. ചില ആൾക്കാർ പറയും മറ്റേ ഒറ്റ മതി, ഇത് ഒറ്റ മതി, അതൊറ്റ. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇരട്ടയാണ് നല്ലത്. ഫില്ലറൊക്കെ ഇരട്ടയാണ് നല്ലത്. ഓക്കെ സാർ, പണ്ട് ആരൂഢ കണക്കിൽ വെച്ച വീടും ഇപ്പോഴത്തെ കോൺക്രീറ്റ് കെട്ടിടവും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? വളരെയേറെ വ്യത്യാസമുണ്ട്. പലർക്കും പറ്റുന്നൊരു കുഴപ്പമുണ്ട്, ശാസ്ത്രത്തിനെ വളച്ചൊടിച്ചാണ് പല ആൾക്കാരും കൈയ്യ. നമുക്ക് ഇതിലേക്ക് വരെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, എവിടെന്നാണ്? ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. നമസ്കാരം, പറയൂ. ഞങ്ങളുടെ ബെഡ്റൂം, എന്റെ മകൻ ബെഡ്റൂം വടക്ക് കിഴക്കായിട്ടാ വരുന്നത്. ബെഡ്റൂമേ മകന്റെയോ? മകന്റെ ബെഡ്റൂം. മകൻ കല്യാണം കഴിച്ചു. വടക്ക് കിഴക്കായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അതുകൊണ്ട് ഒരു ദോഷം വല്ലതും ഉണ്ടോ സാർ? ഇപ്പോൾ കല്യാണം കഴിച്ചതേ ഉള്ളോ? കഴിച്ച് ഒരു കൊച്ചുണ്ട്, പക്ഷെ രണ്ടിനോട് പ്രശ്നമൊക്കെ ഉണ്ട്. അതായത് വടക്ക് കിഴക്ക് മൂലഭാഗത്തുള്ള വരുന്ന മുറി കഴിയുന്നതും പ്രായമുള്ള ആൾക്കാർ കിടക്കുന്ന ഏറ്റവും ഉത്തമമാണ്. അവർ പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷത്തിൽക്കൂടെയൊക്കെ ആ വടക്കിഴക്കേ മൂലഭാഗത്തൊക്കെ വിളക്കെല്ലാം വെച്ച് പടമൊക്കെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് അവരവിടെ ശയനം ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പഠന വിഷയമായിട്ട് വേണമെങ്കിൽ ആ മുറി എടുക്കാം. ദമ്പതിമാർ കിടക്കാൻ ആ മുറി ആ ഭാഗത്ത് വരെ ചെറുപ്പക്കാർ, ദമ്പതി എന്ന് വെച്ചാൽ ചെറുപ്പക്കാർ അവിടെ കിടക്കുന്നതിന് അത്ര അനുയോജ്യമല്ല.
പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ആവാം. അവർക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മുറി ഏറ്റവും നല്ലതാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മുറി നല്ലതാണ്. ദമ്പതിമാർക്ക് കിടക്കാൻ ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം ഉണ്ടെങ്കിൽ കിടക്കുന്നത് അങ്ങനെയാണ്. ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതും പഠനമുറിയായിട്ട് എടുക്കുക. അതിന് മകന് ഈ രണ്ട് ഭാഗത്ത് ഒന്നീ തെക്ക് പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ കൊടുക്കാൻ സാധിക്കുമോ? മുറി ഉണ്ടോ അവിടെ? അപ്പൊ ആ രണ്ടിലേതെങ്കിലും ഒരു മുറി കൊടുക്കുക കേട്ടോ. തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, ആ ഭാഗത്ത് തന്നെ മുറി കൊടുക്കൂ. എന്നിട്ട് തെക്കോട്ട് തലവെച്ച് കിടക്കാൻ പറയും. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കട്ടെ. ഒന്നിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക, അതല്ലെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കണം. ഒരിക്കലും തന്നെ പടിഞ്ഞാറോട്ട് തലം വെച്ച് കിടക്കരുത്, വടക്കോട്ടും തലവെച്ച് കിടക്കരുത്. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. മനസ്സിലായെന്ന് തോന്നുന്നു സാർ. നമ്മൾ ആരുടെ കണക്കിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്, കോൺക്രീറ്റ് കെട്ടിടവും. ഈ ആരുടെ കണക്ക് പണ്ടത്തെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യാലയേന്ദ്ര മൃഗസംഹിത എന്നുള്ള പുസ്തകങ്ങളൊക്കെ 1800-900 വർഷം എഴുതിയിട്ടുള്ള അത് അക്കാലത്തൊന്നും തന്നെ ഈ കോൺക്രീറ്റ് വീടൊന്നും തന്നെ ഇല്ല. അന്നെല്ലാം തന്നെ ഈ ആരുടെ കണക്കിലുള്ള വീടുകളുടെയും കണക്കുകളെല്ലാം തന്നെയാണ് പുസ്തകങ്ങൾ പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കാലം മാറി. ഞാനിപ്പോൾ ഇറക്കാൻ പോണ പുസ്തകങ്ങൾ അതൊക്കെ അതിൽ പരാമർശാനത്ത് കൊണ്ട് അത് ശരിക്കും പറഞ്ഞിരുന്നാൽ ആരുടെ കണക്കിലുള്ള വീടിൻ്റെ കണക്കുകൾ ഒന്നും എല്ലാം എന്നല്ല, ഏറെക്കുറെ ഈ വാർത്ത ഘട്ടത്തിൽ കോൺക്രീറ്റ് കെട്ടിടം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ സാധിക്കാൻ ശരിയല്ല. ഉദാഹരണം, ആരുടെ കണക്കുള്ള വീടുകൾക്കാണെങ്കിൽ ഗേറ്റ് മുതൽ പൂമുഖവാതിൽ നേരെ ഡോർ കൊടുക്കും. അത് വേണം, കണക്ക് പ്രകാരം വേണം. എന്നാൽ കോൺക്രീറ്റ് വീണത് പാടില്ല. നിന്ന ഊർജ്ജത്തെ വന്ന ഊർജ്ജം ഔട്ട് ചെയ്ത് പോവും. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അത് പ്രശ്നമായിരിക്കും. എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലെന്ന് പറയുന്നതെന്നാൽ ഈ ടൈൽ റൂഫ് ആകുമ്പോൾ, അതായത് ആരുടെ കണക്ക് പണ്ടത്തെ വീണ് ഓടിൻ്റെ ഇടയിൽ നിന്നും തട്ടിൻ്റെ ഇടയിൽ നിന്നെല്ലാം പ്രാപഞ്ചോർജ്ജം താഴോട്ട് കിട്ടും. ഇത് സീൽഡ് അല്ലേ, എല്ലാം വാർത്തയ്ക്കല്ലേ, ഈ ചുറ്റും മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ആവശ്യം വേണ്ട ജനൽ മാത്രമേ എല്ലാം കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് രീതിയിലേ കണക്കെടുക്കണം. പല ആൾക്കാരും മരണച്ചുറ്റാണ് ഈ കോൺക്രീറ്റ് വീടിനെ പിടിച്ചിട്ട് മരണച്ചുറ്റുണ്ട്, അവിടെ ചെത്തിക്കള ഇവിടെ ചെത്തിക്കള. എന്ത് ചെത്തുന്ന അവർ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കോൺക്രീറ്റ് കാർഡിൽ ചെത്തിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ സാർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഈ ടൈറ്റാനിക് മുങ്ങോ? ഇല്ല, ഈ ടൈറ്റാനിക് മുങ്ങിയല്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതിനൊരു സമാധാനം പറയാതെ താൻ ഇനി ക്ലാസ്സിൽ കയറണം. നിന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് എന്റെ ആഗ്രഹം. റോയ് സംവിധാനം ചെയ്ത് ഗണേഷ് കുമാർ, അരുൺ, ഷഫ്ന തുടങ്ങിയവർ അഭിനയിച്ച മലയാള ചിത്രം കൺമഴ പെയ്യും വരാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ തുടക്കം. ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. സാറ്റർഡേ മൂവി ഫെസ്റ്റ് കൺമഴ പെയ്യും മുൻപേ ശനി രാവിലെ 11:30. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികൾ സാറ്റർഡേ മൂവി ഫെസ്റ്റ് ബ്രോട്ട് യു ബൈ KSFE, വിശ്വസ്തം സുരക്ഷിതം. കുവൈറ്റ് മലയാളികളുടെ വീക്ഷണങ്ങളുടെയും വിശേഷങ്ങളുടെയും ജാലകം ലുലു ഹല കുവൈറ്റ്. പോയ വാരത്തിലെ വാർത്താവിശേഷങ്ങൾ ആഴ്ചവട്ടത്തിലൂടെ, നർമ്മസല്ലാപത്തിന്റെ നുറുങ്ങുവെട്ടവുമായി ഹായ് മലയാളി. ലൂക്കോത്തര വിസ്മയ കാഴ്ചകളുമായി എക്സോട്ടിക് ജേർണീസ്. വിപണിയിലെ പുതുമ തേടി ഐവ. Watch Lulu Hala Kuwait only on JM TV. Lulu Hala Kuwait brought to you by Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Lulu International Exchange, your remittance partner. in association with ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, ഫർവാനിയ ആൻഡ് ഫഹാഹിയൽ, കുവൈറ്റ്.